അവസ്ഥയിൽ. ഈ ഗൾഫ് നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്, പ്രത്യേകിച്ച് നോമ്പുകാലമാണ്. ഈ നോമ്പുകാലത്ത് മരുന്ന് കഴിക്കുന്നതിനെക്കുറിച്ച് വല്ലാതെ ആശങ്കയുണ്ട്. നേരത്തെ പറഞ്ഞോളം മിത്തുകൾ ഒരുപാടുണ്ടെങ്കിൽ പോലും ഈ നമ്മളെ മെഡിസിൻ നിർത്താൻ പാടില്ല അല്ലേ സാറ് എപ്പോഴും പറയുന്നതാണ്, നിർത്താൻ പാടില്ല. ഡോക്ടറുടെ ഒപ്പീനിയൻ ഇല്ല, നിർത്തരുതെന്ന് പറയാറ്. അപ്പോൾ ഈ റമദാൻ സമയത്ത് ഈ മനഃശാസ്ത്രവുമായി അല്ല മനോരോഗവുമായി ബന്ധപ്പെട്ട മെഡിസിൻസ് കഴിക്കാമോ, എങ്ങനെ കഴിക്കണം എന്നുള്ളത് ഒന്ന് സാധാരണ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് നോമ്പിൻ്റെ സമയത്ത്. ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ ചോദിക്കുക ഈ മരുന്ന് എങ്ങനെ കഴിക്കും. ഞാൻ അവരോട് പറയാറ്, നോമ്പ് എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ എടുക്കാവൂ. അത് ആ വ്യക്തിക്കറിയാം, ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യരുത്. ഞാൻ നോമ്പെടുക്കാതിരുന്നാൽ അല്ലെങ്കിൽ അയാൾക്ക് എന്ത് തോന്നും, അവർക്ക് എന്ത് തോന്നും എന്നുള്ള ചിന്ത ഒഴിവാക്കണം. കാരണം ഇതിനൊക്കെയുള്ള എക്സ്ക്യൂസസ് അല്ലെങ്കിൽ എക്സംഷൻസ് നമ്മൾ ഈ വ്യക്തമായി ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് രോഗമുള്ളവർക്ക്, മരുന്ന് കഴിക്കുന്നവർക്ക് ഇത് നിർബന്ധമല്ല. ഇനി അങ്ങനത്തെ അവസ്ഥ ഒഴിവാക്കേണ്ടി വന്നാൽ അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും വേറെ മാർഗ്ഗങ്ങൾ ധാരാളം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഓപ്റ്റ് ചെയ്യാം. അഥവാ നമുക്ക് എടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ എടുക്കുകയും ചെയ്യാം. പക്ഷേ അത് ആ വ്യക്തിക്ക് അറിയാം. ഇപ്പോൾ ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ എക്സസീവായിട്ട് വിശപ്പുണ്ടാവും, ചിലപ്പോൾ വെള്ളം നല്ല കുടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റേതായ സൈഡ് എഫക്ട്സുകളൊക്കെ വന്നേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് വേഗം ബ്രേക്ക് ചെയ്യണം. പിന്നെ കഴിക്കേണ്ട മരുന്നുകൾ 3 നേരമുള്ള മരുന്നുകളൊക്കെ ഞങ്ങൾ സാധാരണഗതിയിൽ 2 നേരമാണ് കൊടുക്കാറ്, പേഷ്യൻസിന് കൺവീനിയൻ്റ് ആകാൻ വേണ്ടിയിട്ട്. അഥവാ 3 നേരം ഉണ്ടെങ്കിൽ അതിങ്ങനെ നോമ്പിൻ്റെ മുമ്പ് അങ്ങനെ പറയുമ്പോൾ നമ്മളത് ടൈട്രേറ്റ് ചെയ്തിട്ട് ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. രാവിലത്തെ മരുന്ന് രാവിലത്തെ പ്രയറിൻ്റെ മുമ്പായിട്ടും മറ്റേ നോമ്പ് തുറന്നു കഴിഞ്ഞ ഉടനെയും കഴിക്കാനാണ് പറയാറ്. അത് അവരോട് പ്രത്യേകം പറയും, നിങ്ങൾക്ക് മാനേജബിൾ ആണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യാം, അതർവൈസ് എടുക്കരുത്. ഇപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ ഈ പലപ്പോഴും ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയും, പെട്ടെന്ന് ഷുഗർ ഫ്ലക്ച്വേഷൻസ് വരും. അപ്പോഴേക്കും എന്തെങ്കിലും ചെറിയ തോതിൽ ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലും കഴിച്ചില്ല വെച്ചെങ്കിൽ അദ്ദേഹം പെട്ടെന്ന് ഡൗൺ ആയിപ്പോകും. അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ നോമ്പെടുത്തിട്ട് ചിലപ്പോൾ പ്രശ്നമാവും. അപ്പോൾ അങ്ങനത്തെ ആളുകൾ അത് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കാര്യം കൂടെ നമുക്ക് ചോദിക്കാം. കാര്യം ഈ നമ്മുടെ അവിടുത്തെ റിഹാനിലെ സർവീസ് പറഞ്ഞു, മറ്റെന്തൊക്കെ ടെസ്റ്റുകളായിരിക്കും നമ്മൾ സൈക്കാട്രി ആയിട്ട് ബന്ധപ്പെട്ട് ട്രീറ്റ്മെൻറ്റിന് വരുന്ന സമയത്ത് അവിടെ നിന്ന് എടുക്കേണ്ടി വരിക, അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടോ? അങ്ങനെയല്ല, സാധാരണ ഇതിൽ സൈക്യാട്രിക് മെഡിസിൻസ് ഒരു ഡിസോർഡർ ലെവലിൽ മരുന്നൊക്കെ എഴുതേണ്ട അവസ്ഥ വരുമ്പോൾ സാധാരണ ചില റുട്ടീനായി ചില ബ്ലഡ് ടെസ്റ്റുകൾ ഞാനൊക്കെ വളരെ നിർബന്ധമായിട്ട് ചെയ്യാറുണ്ട്. അത് ചില ഈ മരുന്ന് അബ്സോർബ് ചെയ്യുന്ന സ്ഥലങ്ങൾ ക്ലിയർ ആണോ ഇല്ലേ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് കിഡ്നി അല്ലെങ്കിൽ ലിവർ, ഈ 2 സ്ഥലങ്ങളിലാണ് കൂടുതലും ഈ മെഡിസിൻസൊക്കെ അബ്സോർബ് ചെയ്യണത്. ആ ഏരിയ ക്ലിയർ ആണെങ്കിൽ നമുക്ക് പിന്നെ സേഫാണ്. അപ്പോൾ അതൊന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യും. അത് 1 in 6 months or 1 year ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കും. SGOT, SGBT, യൂറിയ, ക്രിയാറ്റിൻ, CBC എന്ന് പറഞ്ഞൊരു ടെസ്റ്റുകളുണ്ട്. അതൊരു ബേസിക്സ് ആണ്. ഇത്തരം കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നമുക്കൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ആ ഏരിയ ഓക്കെയാണ്. എസ്പെഷ്യലി ഫാറ്റി ലിവറൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ചില മരുന്ന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഡയബറ്റിക് ഉള്ള ആളുകൾക്ക് ചില മെഡിസിൻസ് കൊടുക്കത്തില്ല, അല്ലെങ്കിൽ ഡയബറ്റിക് ലെവൽ കൂടും. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അറിഞ്ഞിരിക്കണം എന്നല്ല, അത് വൺസ് ഇൻ എ വൈൽ. പിന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞത് അധികം ബ്ലഡ് ടെസ്റ്റുകളല്ല, മറ്റ് ടെസ്റ്റുകൾ സൈക്കോളജിക്കലായിട്ടുള്ള ടെസ്റ്റ് അറിയാനുള്ള ചില IQ ടെസ്റ്റുകളെ പോലത്തെ ടൂളുകളുണ്ട്. അത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളാണ് ചെയ്യേണ്ടത്. അത് ശരിക്ക് നമ്മൾ അറിയേണ്ടത്, ഇഷ്ടംപോലെ സൈക്കോളജിസ്റ്റുകൾ നാട്ടിലൊക്കെ ഉണ്ട്, അത് കാര്യമില്ല. ശരിക്കും പഠിച്ചിട്ട് വന്നിട്ടുള്ള നല്ല നോളജായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അതിന് ടെസ്റ്റ് റിപ്പോർട്ട് കറക്റ്റ് ആവുള്ളൂ. അതിന് കുറേ ടൂൾസ് ഉണ്ട്. അത് ചില ക്വസ്റ്റ്യനേഴ്സ് കൊടുത്തിട്ടും ചില പേപ്പേഴ്സുകൾ കൊടുത്തിട്ട് അതിനൂടെ അസസ് ചെയ്തിട്ടാണ് ചെയ്യുന്ന ഓരോരുത്തരെ ഏജ് അനുസരിച്ച് റിപ്പോർട്ട് വെച്ചിട്ടായിരിക്കും സാർ പിന്നെ സാറിനെ പോലുള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി. അപ്പോൾ ആ ട്രീറ്റ് നമുക്ക് ജെന്യുവൻ പേഴ്സൻ്റെ അടുത്ത് കിട്ടുകയാണെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ റിപ്പോർട്ട് കണ്ടാൽ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും വെദർ ഹി നീഡ്സ് മെഡിക്കേഷൻ ഓർ നോട്ട്. അപ്പം അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തായാലും ഡോക്ടർ അനീസ് അലിയുടെ സേവനം എല്ലാ മാസവും ആദ്യത്തെ 5 ദിവസം അബൂഷകാര, ഷാർജ അബൂഷകാരയാണ് അവിടെ യൂണിയൻ കോപ്പിൻ്റെ മുകളിലാണ് അല്ലേ നമ്മുടെ ക്ലിനിക്കുള്ളത്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഡോക്ടറെ അപ്പോയിൻമെൻറ്റോ അല്ലെങ്കിൽ ഡോക്ടറെ ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് കൺസൾട്ടിങ് വേണമെങ്കിൽ ഇതിൻ്റെ താഴെ ഒരു നമ്പർ പോകണ്ടാവും. ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്, രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ പറ്റും. മാത്രമല്ല ഹോസ്പിറ്റലുമായിട്ട് എപ്പോൾ വേണമെങ്കിലും ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെടാം. ഡോക്ടറെ സേവനം മുഴുവൻ സമയം 5 ദിവസം മാത്രമല്ല, മുഴുവൻ സമയം നിങ്ങൾക്ക് ഡോക്ടറുടെ അഡ്വൈസും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്ന് കൂടി ഓർപ്പിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്.